എവിടെ ഇവിടെ ഇത്ര ദൂരം വന്നിട്ട് കാണാതിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് ഇവിടെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത്. നമ്മളെ കാണാൻ വേണ്ടി ഒത്തിരി ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. നമ്മുടെ പേര് താങ്ക്സ്. നമ്മളിപ്പോ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻവശത്താട്ടോ. ദളപതി വിജയനെ കാണുവാനുള്ള 40ാം ദിവസത്തിലേക്ക് നമ്മളെല്ലാരും കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഫൈനൽ ദിവസമാണ്. സമയം ഇപ്പൊ 4 മണിയായി. നമ്മള് രാവിലത്തെ നമ്മുടെ കാൽനട യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എല്ലാം പുലർച്ചെ കടയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നത്. പുറകിൽ നോക്കിയേ, നമ്മളെ കാണാൻ രാവിലെ ഒരാൾ വരുന്നുണ്ട്. ധാരാളം എന്താണ് டீ குடிக்கலாம். இங்க டீ இருக்கா? உங்க பேரு? பிரகாஷ். பிரகாஷ், எங்க பாத்திருக்கேன்? என்ன இது நந்தனம். என்ன எங்க பார்த்தேன்? நான் யூடியூப்ல பார்த்தேன். ഒരു ചായ കുടിക്കാൻ പോവാ. നമുക്ക് രാവിലത്തെ ചായ തന്നെ ഗിഫ്റ്റ് ആട്ടോ. അതെ, പോകുന്നതാക്കി നിർത്തി പോയതാണ്. ഓക്കെ, ഒരു ചെറിയ കടയിലാണ് നമ്മള് ചായ കുടിക്കുന്നത്. എങ്ങനെയുണ്ട് ചായ? സൂപ്പറല്ലേ? ഔഡി ചെന്നൈ. കൊല്ലോ ഫ്ലൈ ഓവറിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അതിന്റെ ക്രെയിനും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നത് ഒരു മസ്ജിദാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനും. തെരുവോരത്ത് പട്ടിലും മെത്തയോ ഒന്നും ഇല്ലാതെ കിടന്നുറങ്ങുന്നുണ്ടോ? നല്ല കൊതുകിന്റെ കടിയൊക്കെ കൊണ്ടു. എങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടോ അല്ലെ? രാവിലെ തന്നെ അണ്ണന്റെ പോസ്റ്ററാണ് കാണുന്നത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ. നല്ല ഭംഗിയുണ്ടല്ലേ? ഒരു പ്രത്യേക ഒരു പരസ്യം തന്നെ. ബിൽഡിംഗ് ഒക്കെ അതുപോലെ തന്നെ കേട്ടോ. ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിന്റെ മേലെ 2 ആള് കിടന്നുറങ്ങാണ്. കാണുന്നുണ്ടാവുമല്ലേ? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെൻട്രൽ ഓഫീസ്. എന്റെ പൊന്നോ, സിഗ്നൽ ആട്ടോ രാവിലത്തെ. അത്ഭുതമില്ലാത്ത ആളാണ്. കാണാൻ വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. എന്താ? കാരണം ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കുക. ആരെ? ചെന്നൈ നിരീക്ഷിച്ചോണ്ടിരിക്കുക. മുന്തിനെ പച്ചയാന്നു. അവൻ വരത്തില്ല, അവൻ നേരെയാ പോകുന്നത്. രാവിലെ തന്നെ നിന്ന് തണുത്തോളം കുടിക്കണത് നല്ല സുഖം ഉണ്ടാവേക്കാരെ. എന്റെ അള്ള, എന്ത് ഫ്ലാറ്റ് ഇത്? സ്റ്റുഡിയോ ശ്രീ വിശാലം ചിട്ടി ഫണ്ട് ലിമിറ്റഡ്, സ്പ്ലെൻഡർ പ്ലാസ. അതിന്റെ മുകളിലൊരു ക്ലോക്ക് ഒക്കെ കണ്ടോ കറങ്ങാതെ നിൽക്കുന്നത്? കറങ്ങാതിരിക്കും അല്ലേ? കാരണം നമ്മളങ്ങനെ നോക്കുമ്പോഴേ തല കറങ്ങോ, അതിന് വേണ്ടിട്ടല്ലേ? സമയം ഇങ്ങനെ ഉള്ളില് സെക്യൂരിറ്റി ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ചെന്നൈ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. രാവിലത്തെ നമ്മുടെ സൺറൈസ് എങ്ങനെയുണ്ട്? LICയുടെ തൊട്ട് സൈഡിൽ കൂടെ നല്ല ഭംഗിയുണ്ടല്ലേ? എങ്ങനെയുണ്ട് സൺറൈസ്? ഇന്നത്തെ നമ്മുടെ സൺറൈസ്, അതും ചെന്നൈയിൽ. ചെന്നൈ പട്ടണോ. ആ പാട്ട് കിടണം നിങ്ങളാരേലും? SBIയുടെ ഒരു ബാങ്ക് ആട്ടോ ഈ കാണുന്നത്. LIC ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. മസ്ജിദാണോ പള്ളിയാണോ ചർച്ചാണോ ഏതാണെന്ന് അറിയില്ല. എന്തായാലും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ പകുതി ഭാഗം ഇപ്പുറത്തുണ്ട്. സ്വർണത്തിൽ പൂശിയ ബിൽഡിംഗ്. കണ്ടുപിടിച്ച് സെക്രട്ടേറിയറ്റ്. सेक्रेटरी जाना होती सीधा है। सबको जा देंगे नहीं, किसे जा देंगे? जाएगा पैदल जा देंगे। पैदल तो सीधा जाओ। ओके,
सीधा जाओ आपको आखिरी 606 तो टर्निंग जाना तो टर्निंग आ जाओ ഐസ് ഇതൊരു മസ്ജിദ് ആട്ടെ കാണുന്നത്. ദർഗാ ഹസ്രത്ത് സെയ്ദ് ഖാദരി ആടിനെയൊക്കെ കണ്ടോ, കൊടി പറക്കുന്നു. ഇവിടെ ആൾക്കാർ കിടക്കുന്നുണ്ടോ? അതെ, അവിടെ റോഡിൽ കിടന്ന് കുഞ്ഞു മക്കള് അവരെണീക്കുന്നേ ഉള്ളു കേട്ടോ. ഇവിടെ കുറച്ച് പേര് കിടപ്പുള്ളൂ കേട്ടോ, ടെന്റൊക്കെ അടിച്ച. അല്ലാതെ അവരുടെ വണ്ടി എന്താണ് ഈ കാണുന്നത്? ഇത് എവിടെയാണ്? ചെന്നൈ സിറ്റിയില്. സിറ്റി തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള കാഴ്ചയാണത്. ഇത്രത്തോളം സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണെന്നറിയോ? ഓ, ഇവരൊക്കെ എങ്ങനെയല്ലേ ഇവിടെ കിടന്നുറങ്ങുന്നത്? ഒരു ക്രിസ്ത്യാനി പള്ളിയുടെ മിനാരം ഓട്ടോ, ഓട്ടോയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? രാവിലെ ഓട്ടോകളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ടോ? രാത്രി ഓടാൻ വേണ്ടി വന്ന് കിടന്നിട്ട് ഓട്ടം പോയിട്ട് ഇല്ലെങ്കിൽ പോകാതെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നവരാട്ടോ ഈ ഓട്ടോയ്ക്കകത്ത് മുഴുവനും ഉണ്ടോ? രാവിലെ ഇവിടെ ഇരുന്നുകൊണ്ട് ആക്രി സാധനങ്ങളുണ്ടല്ലോ അത് കൂട്ടിക്കൂട്ടി വെക്കാണ്. വലിയൊരു സ്റ്റേഡിയം പോലത്തെ ഒരു സംഭവം കണ്ടോ? GNSTയുടെ ബാങ്കിന്റെ ഓഫീസോ കാര്യങ്ങളെന്തോ കേട്ടോ. നമ്മളിവിടുന്ന് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പോവാണ്. ഇങ്ങോട്ട് പോയാൽ നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല ട്രാഫിക് കേട്ടോ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ചെന്നൈ. തമിഴ്നാട് ടൂറിസം. റോഡിന്റെ സൈഡില് പാവങ്ങള് കിടന്ന് ഉറങ്ങണ നോക്കിയേക്ക. ഇത് കഷ്ടാണ് അല്ലേ? നോക്ക്, റോഡ് ഭരിക്കുന്ന രാജാവ്. കുറെ പേര് കിടക്കുന്നുണ്ടോ? ഇത് കയറി കിടക്കാൻ വേറെ ഇടമൊന്നുമില്ല. അതുകൊണ്ടാണ് അവര് ഈ വഴിയിൽ തന്നെ കിടക്കുന്നത്. ഇങ്ങനെ സങ്കടമുള്ള കാഴ്ച അല്ലേ? അവരുടെ കൂടെ പട്ടി വരെ കിടപ്പുണ്ട്. ചെറിയ മക്കൾ. സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നുണ്ട്. വലിയ സ്റ്റേഡിയം ഉണ്ടല്ലോ അതുപോലെ ഉണ്ട്. ബൈപ്പാസ് റോഡിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ തുരങ്കാ കാണുന്നത്. ആ കാണുന്നതാണ് ബൈപ്പാസ് റോഡ്. അതിന്റെ മുമ്പ് നമ്മളൊരു സ്റ്റേഡിയം കണ്ടില്ലേ? അവിടെ കുറെ അധികം കസേര കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റോഡിന്റെ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ടോ? പൊടി പൊടി പൊടി. പച്ച കളറിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ? ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചർ ചെന്നൈ. അഗ്രികൾച്ചറിന്റെ ഓഫീസാണ് ആ കണ്ടത്. അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള വഴിയാട്ടെ കാണുന്നത്. നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഘടിപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. നമ്മള് ഒരു വലിയൊരു ബിൽഡിംഗ് ഇപ്പൊ കണ്ടില്ലേ? ഇതാണ് ആ കാണുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ചെന്നൈ പോലീസ് പെട്രോളിംഗ്. ആ കാണുന്നൊരു വലിയ മന്ദിരം കണ്ടോ? അതിന്റെ അപ്പുറത്താണ് നമ്മുടെ മെറീന ബീച്ച് വരുന്നത്. ഇതൊരു നടപ്പാത കേട്ടോ. ഇതിനകത്ത് കൂടെ നമുക്ക് ഓടാം, ചാടാം, എല്ലാം ചെയ്യാം. ഇവിടുത്തെ ബസ്സൊക്കെ പോകുന്നുണ്ടോ? രാവിലത്തെ സൈക്കിൾ ഔട്ട്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. പോലീസുകാര് അവിടേക്ക് ഒരാള് നിൽക്കുന്നുണ്ടോ? നല്ലൊരു കാഴ്ച കേട്ടോ. നമ്മളുള്ളത് വലിയൊരു പാലത്തിലാണ്. 75 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ റിവർ കണ്ടോ? കാണുമ്പോ നല്ല രസമല്ലേ? പക്ഷെ എന്നാ സ്മെല്ലാന്നറിയോ ഇവിടെ? കണ്ടോ? ഷൂ ഒക്കെ ഓടി കിടപ്പുണ്ട്. ഇത് 6 ഷൂ ആണെന്ന് പെട്ടെന്ന് പറഞ്ഞു. ഓടിയെടുക്കണേ, പക്ഷെ അതിന്റെ മണം ഭയങ്കര ബാഡ് സ്മെല്ലാട്ടോ അടിക്കുന്നത്. അങ്ങ് ദൂരെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുണ്ടോ? വേസ്റ്റ് തള്ളിയതാണെന്ന് തോന്നി. ഇപ്പൊ നല്ല രീതിയിലുള്ള പൊടി കാര്യങ്ങളൊക്കെ പറക്കുന്നുണ്ട്. അവിടെ ഇതിന്റെ പണി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ മുകളിൽ കൂടെ ഒരു ഫ്ലൈ ഓവർ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ബുർജ് ഖലീഫ നിൽക്കുന്ന പോലെ ഒരു ടവർ നിൽക്കുന്നുണ്ടോ? ഈ കാണുന്നത് ലൈറ്റ് ആട്ടോ. അതുണ്ടോ? രാത്രി ആകുമ്പോഴത്തേക്കും ഇത് പ്രകാശിപ്പിക്കും. ഈ ഇതുപോലെ കാണുന്ന റൗണ്ട് ഉണ്ടല്ലോ, എല്ലാത്തിന്റെ അടിയിലും ഈ ലൈറ്റ് ഉണ്ട്. നിരത്തി വെച്ചേക്കുന്നുണ്ടോ? വേസ്റ്റ് കൊണ്ട് തള്ളിയേക്കുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ട് അവിടുന്ന് ഇവിടെ അങ്ങോട്ട് മണ്ണും പൊടിയൊക്കെ ഇട്ട് നികത്തി എടുക്കുവാന്ന് എനിക്ക് തോന്നുന്നത്. ആ വണ്ടിയിൽ അങ്ങനെ ആട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ തള്ളും. അതിന്റെ പുകയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. രാവിലെ തൂക്കും കേട്ടോ. ഇപ്പൊ പൊടി കെട്ടിയില്ലേ? ആ പൊടി കെട്ടിയിട്ട് പോകുന്ന വണ്ടി ആട്ടത്. ഇതിന്റെ ഉള്ളിലാണ് ആ പൊടിയോട് തട്ടിയത്. തമിഴ്നാട് ലോജിസ്റ്റിക് അസംബ്ലി ഡയമണ്ട് ജൂബിലി കൊമേഴ്ഷ്യൽ ആർച്ച്. സൈഡിലൊക്കെ കുറെ അധികം പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഈ ഒരു വലിയ ആർച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ റീച്ച് ആവുന്നതാണ്. രാവിലെ തൂത്തോണ്ടിരിക്കുന്നതാണ്.
തൊട്ട് പുറകിൽ ഒരാള് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പുറത്ത് വലിയൊരു ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇന്ത്യയുടെ ഫ്ലാഗ് പറക്കുന്നുണ്ടോ. രാവിലെ ഒരു അണ്ണാമുഞ്ഞിനെ കാണാൻ നിനക്ക് ഭാഗ്യമുണ്ടോ നോക്കട്ടെ. ചാടി പോകുന്നറിയില്ല. ആ പോയി. മുകളിലോട്ട് പോയെന്ന് തോന്നി. ചുറ്റി കളിക്കുക. ഇതിന് കിട്ടൂല കേട്ടോ. കുറെ അധികം ഇവിടുത്തെ ഭാഗങ്ങളായിട്ടുള്ള കുറെ പടങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൈ കൊണ്ട് പഴയ ബുക്കിലൊക്കെ വരയ്ക്കില്ലേ, നോട്ട് ബുക്കിലൊക്കെ കൊച്ചു കുട്ടികള് അതുപോലെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല, വലിയ വലിയ പണ്ടത്തെ ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഒരു മന്ദിരം കണ്ടോ, റൗണ്ടാന കേട്ടോ. അതിന്റെ ചുറ്റും ഒരു ബിൽഡിംഗ് ആയിട്ട് കെട്ടി വെച്ചേക്കാണ്. ഇതിന്റെ ഉള്ളില് വലിയൊരു സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണുന്നതാണ്. അവിടെ തെലുങ്കില് കന്നഡയിലാണെന്ന് തോന്നുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളം ആണെങ്കിൽ വായിച്ചു തരായിരുന്നു. ഈ കാണുന്നത് ഒരു കോവിലാട്ടോ. വലിയൊരു ആൽമരത്തിന്റെ അടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കട്ടറിന്റെ അടുത്ത് ചെറിയൊരു ചായക്കടയുണ്ട്. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കണം. അതിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കടയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. മുമ്പിൽ കാണുന്നത് നേവൽ ബേസിന്റെ ഓഫീസാട്ടോ. വി ലവ് നേവി. ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനും ഒരു പാർക്കാട്ടോ ഇത്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ ഇത് കൊണ്ടു നടക്കുന്നുണ്ട്. അവിടെ കണ്ടോ എനിക്ക് ഒരു നേവിക്കാരുടെ പീരങ്കിയാ കാണുന്നത്. ഫ്രീ വൈഫൈ സോൺ. അത് കൊള്ളാം അല്ലെ. പാർക്കിൽ വരുന്നവർക്ക് ഫ്രീ വൈഫൈ കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പുറത്തെ സൈഡ് നല്ല ചൂടാണ്. ഈ സൈഡ് എന്ന് വെച്ചാൽ മരങ്ങളുടെ ചെറിയ തണലുണ്ട്. ആ തണല് വെച്ചാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ആ കാണുന്നുണ്ടോ, അതാണ് രാജാജി സലൈ. അതിന്റെ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ ഹോളുകളുണ്ട് കേട്ടോ. അതിനകത്തൊരു ഇരുമ്പിന്റെ നമ്മുടെ ജയിലറിയില്ലേ അതുപോലെ കാണാൻ പറ്റുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ. പൂക്കളൊക്കെ കണ്ടോ പാർക്കിനുള്ളില്. അതിനകത്ത് ഷട്ടിൽ കളിക്കുന്ന കുറെ പേരുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഓഫീസർമാര് ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കേട്ടോ. റോസ് കളറിലുള്ള പൂക്കള് വീണ് കിടക്കുന്നുണ്ടോ. കട്ടയൊക്കെ വെച്ച് അതിനകത്തോട്ട് കയറാൻ വേണ്ടി ഒരു കവാടം പോലെ. 40ാമത് നാള്. 40 നാള്. 40 நாளா? இன்னொரு 40 நாள். ലാസ്റ്റ് ഡേ. சூப்பர் சூப்பர். நம்ம தலைவர் நம்ம தலைவர் ഇത് സെക്രട്ടേറിയറ്റ് செக்ரட்டரி தாத்தா இந்த கொடி കൊടി പറക്കത്. அதான் ആ കാണുന്ന കേട്ടോ നമ്മുടെ സെക്രട്ടേറിയറ്റ്. പണ്ട് ആരോ വിട്ട ഉണ്ട കേട്ടോ. ഉണ്ട അടക്കണം. ഉണ്ടോ അരി ഉണ്ടോ டிவில வருமா? ഏതിലെ டிவில ആറോ ആറോ எனக்கு போடுங்க, அம்மா எனக்கு போடுங்க. പോട്ടിട്ട് പോട്ടെ. விஜய் சூப்பர். எப்பவுமே நிரந்தர முதலமைச்சர் அவர்தான். நானே என் குழந்தைங்க எல்லாத்தையும் என் பேரன் பேத்தி எல்லாருமே அவருக்கு தான் ஓட்டு போட்டோம். പോട്ട് പോട്ടെ. அவருக்கு தான் ஓட்டு போட்டோம். அவர்தான் நம்ம தலைமுறையா மாத்த போறேன். ஆமா. ஏதோ எங்களுக்கெல்லாம் ஒரு நல்லது பண்ணுவாரு நாங்க நம்பிட்டு இருக்கோம். நம்பிட்டு இருக்கேன். அந்த நம்பிக்கையில தான் எல்லாருமே ஓட்டு போட்டேன். ஆமா, அந்த நம்பிக்கை கண்டிப்பா வீண் போகாது. வீண் கண்டிப்பா போகாது. செய்வார். சரிங்களா? கண்டிப்பா விஜய் சார் சூப்பர். தேங்க்யூ. சிஎம் உண்மையில நாங்கெல்லாம் எதிர்பார்க்கவே இல்லை. ஆனா ஓட்டு நம்ம ஓட்டு போட்டு அவர் ஜெயிச்சிருவோம்னு சொன்னாங்க. ஆனா கண்டிப்பா நாங்க எல்லாருமே போட்டோம். எல்லாருமே பேர பேத்தி எல்லாம் போய் அழுதுட்டு சொன்னாங்க, அவருக்கு தான் போடணும், இந்த தடவை கண்டிப்பா அவருக்கு தான் போடணும் போடுறாங்க. போட்டோம். இப்ப அவரே வந்துச்சு. நமக்காக நம்ம அண்ணன் வந்துச்சு. அண்ணன் வந்தது எப்படின்னா எங்க எல்லாருக்குமே நல்லது கிடைக்கணும்னு மக்களுக்கு ஒரு ஆசை. அந்த ஆசையில எல்லாருமே அண்ணனுக்கு ஓட்டு போட்டேன். அது சின்ன கொள்ளையில இருந்து பெரிய ஆளு வரைக்கும் எல்லாருமே அண்ணனுக்கு தான். எனக்கு வயசு 65 ஆச்சு. நான் இப்ப அவர் போட்டிருக்கேன். எப்படி இருக்கு? சூப்பரா இருக்கு. அவர் இதையே நான் மாத்திட்டேன். எல்லாரும் மனசுக்குள்ள இப்ப அவர்தான். എല്ലാരും മനസ്സേ കട്ടിട്ട്. ഇപ്പോഴും തമിഴ്നാട്ടിൽ കണിക്കുന്ന പൂവുണ്ട് കേട്ടോ. മറ്റേ ചുവന്ന പൂവുണ്ട്. നടന്നു പോകുന്നല്ലേ. താടിയൊക്കെ വെച്ച് സൂപ്പർ അല്ലേ. നിങ്ങളെ അപ്പനോട് എത്ര വട്ടം പറഞ്ഞേന്. നിങ്ങളെ അപ്പന് ചെയ്യാൻ പറ്റൂലേ. ഒരു സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. മൊത്തം ഇരുമ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഒരു ബോട്ടിലൊരു തുഴയും പിടിച്ചോണ്ട് അതിന്റെ മുതലാളി. നല്ല രസമല്ലേ കാണാന്. ഇത് വണ്ടിയുടെ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്തേക്കുന്ന കേട്ടോ. ഇവിടെ നോക്കിയേ. അയ്യോ, ഈ കാണുന്നതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് കേട്ടോ. നമ്മളങ്ങോട്ട് പോവാണ്. അവിടെ പോയിട്ട് സെക്യൂരിറ്റി ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഒന്ന് പറഞ്ഞു വെക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. ഞാൻ അങ്ങോട്ട് പോവാ കേട്ടോ. കണ്ടോ, ഇതാണ് പാർക്കിന്റെ മുൻവശം വരുന്നതെന്ന് തോന്നുന്നു. അവിടെ ഒരു മാനയൊക്കെ കണ്ടോ. ഇവിടെ കുറച്ച് ഓഫീസ് കാണുന്നില്ല. ഇത് CM സാർ ഉള്ളിലേക്ക് പോകുന്ന ഭാഗം. നമ്മള് അപ്പുറത്തെ സൈഡിൽ കൂടെ വേണം പോവാന്. എപ്പോഴേ കണ്ടിപ്പോ പാക്കണം. ഇതാട്ടോ അപ്പുറത്തുനിന്ന് കാണിച്ചു തന്ന ഒരു ശില. ഇത് ശിലക്ക് ഏതാச்சும் പേര് ഏതാச்சும் இருக்கா? தமிழ் படிக்க தெரியாது எனக்கு. தெரியுமா?
ആട് തമിഴ്നാട് അരസ ആട്. ആട്. ഗൈസ് നമ്മള് അവിടെ പോയി സംസാരിച്ചിട്ട് അവിടെ പോലീസുകാരൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞ എന്താ വെച്ചാല് നമുക്കിപ്പോ ഉള്ളിൽ നിന്ന് ഒരു കോഡ് വരും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വരണം. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് ഓപ്പോസിറ്റ് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാവുന്ന രീതിയിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന കേട്ടോ. നമ്മൾ അതിന്റെ മുമ്പിൽ പോയി ഇന്നപ്പോ തന്നെ ക്യാമറയില് ഇൻഫർമേഷൻ വന്ന് നമ്മളോട് അവര് ചോദിച്ചു ഇന്നപോലെ വന്നിട്ടുണ്ടോ, അവരുടെ പേര് എല്ലാ ഡീറ്റെയിൽസ് ചോദിച്ചു. കാണുന്ന സ്ഥലത്താണ് നമ്മുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസർ ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്. അങ്ങോട്ട് കയറാനുള്ളതിന് എൻട്രൻസ് ആട്ടോ ഈ കാണുന്നത്. അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസ്. അതും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം നമ്മളെ കാണാൻ ഇപ്പൊ ഒരു ഓഫീസർ വരും. ഒരു വണ്ടി നിറച്ച് പോലീസുകാർ വന്ന് ഇറങ്ങും കേട്ടോ. ഇവിടെ ഉണ്ട് കുറെ പേര്. അവര് കുറെ നേരം നമ്മുടെ പുറകിൽ തന്നെ നിൽപ്പുണ്ടാവും കേട്ടോ. അവരുടെ ഓരോ ആവശ്യങ്ങളായിട്ട് നമ്മള് കുറെ നേരം അവിടെ ഇരുന്നില്ലേ. അപ്പൊ അതെ കാതിക്കുന്ന സാറിനെ കണ്ടോ. ആ സാറ് നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടോ. ഇവിടുത്തെ ഏതോ വലിയൊരു പോലീസിന്റെ ഒരു മേഡം നമ്മളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. നമ്മളിവിടെ ഇരിക്കണം. നമ്മളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈയൊക്കെ കഴുകുന്നുണ്ട്. നല്ലൊരു പാർക്കാട്ടോ. ഈ പാർക്കിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ റെസ്റ്റ് എടുക്കുന്നത്. നല്ല കാറ്റൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ആടിനെ കാണിച്ചു തന്നില്ലേ, അതിന് തൊട്ടടുത്ത് തന്നെ. നമ്മളിപ്പോ ഉള്ളത് സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്താണ്. അപ്പൊ ഇവിടെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മളെ കാണാൻ വേണ്ടി ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേര് താങ്ക്സ്. അപ്പൊ അങ്ങനെ വന്ന് സന്തോഷമായി. ഇത് മഫ്തിയിലിരിക്കുന്ന പോലീസ് ആട്ടോ. നമ്മുടെ SI-യും അവരുടെ കോൺസ്റ്റബിളും ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് മൂവ്മെന്റ്? പേടി വരുന്നുണ്ടോ? പേടി വന്നുണ്ടോ? സംഘടിപ്പ് കൂടിക്കൂടി വരികയാണ്. ചിരിക്കുന്നുണ്ടോ? ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുൻവശത്താട്ടോ. ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. ആയി പോട്ടുകോ. എങ്കടാ സാറെങ്കി പക്ഷെ അവിടെ എങ്കടാ സാറ്? അതെ അതുമല്ല എവിടെ സാർ? കമോൺ ഹെയർ. വാട്ട് ഈസ് ദിസ്? എവിടെ ഇതാ എടാ എങ്കടാ അതെടാ കുഞ്ഞാ ഏതില്? അതിലാ പോയി കണ്ടടാ. അത് പോറാളെന്തായാലും ചാൻസ് ബുള്ളറ്റ് വണ്ടി പോകുന്നതാണോ പറയാ? എങ്കടാ പോയിട്ട് രണ്ടാളും കൂടി അങ്ങോട്ടും വീഡിയോ എടുക്കലായി. അതെ, ഇത്രയും ട്രാഫിക് ഇല്ലേ. ഈ ട്രാഫിക് വരാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഇപ്പൊ നമ്മുടെ CM-നെ മീറ്റ് ചെയ്യാനുള്ളതിന്റെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവര് സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡും തിരക്കും വരുന്നത്. അവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. അവര് കച്ചിക്കാരുണ്ട്, അതുപോലെ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ കാണാൻ കേട്ടോ. അവിടെ നിങ്ങൾ കുറച്ച് ക്രൗഡ് കാണുന്നുണ്ടോ? മുഴുവനും ആളാട്ടോ. അവിടെ ഇടിയും തിരക്കുമാണ്. ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഇപ്പൊ വിളിക്കും പറഞ്ഞ് ഇരിക്കാണ്. ടെൻഷനും ഉണ്ട്, വിളിക്കുന്നൊരു ഡൗട്ടും ഉണ്ട്. എന്താ പറയില്ല, ആ ഒരു ഫീലിൽ നമ്മളൊരു വണ്ടികളൊക്കെ വെച്ചേക്കുന്ന ഒരു പാർക്കിംഗ് സൈറ്റിൽ ഇരിക്കുക കേട്ടോ. നേരെ മുമ്പിൽ ഇത് ബസ് സ്റ്റോപ്പാണ്. നമുക്ക് വീഡിയോ ഇട്ടാലോ ഗൈസ്? ഞാനിപ്പോ ഉള്ളത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാട്ടോ. ഭയങ്കര സങ്കടമുണ്ട്. എല്ലാരും കണ്ടു. അതായത് നമ്മുടെ ക്രിസ്ത്യാനോ സാറ്, വേറെ 2-3 മിനിസ്റ്റർ എല്ലാരും കണ്ടു. അവരെല്ലാരും അണ്ണനെ കാണാൻ പറ്റും ഞാന് പറയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ എത്രയും ദൂരം വന്നിട്ട് എനിക്ക് അണ്ണനെ കാണാതെ തിരിച്ചു പോകുന്നവർക്ക് ഇപ്പൊ ഭയങ്കര സങ്കടം. അവര് കാണാന്ന് പറഞ്ഞു. അതായത് എപ്പോഴാണ് എന്നാണ് അങ്ങനൊന്നും പറഞ്ഞില്ല. കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇവിടെ ഇത്ര ദൂരം വന്നിട്ട് കാണാതിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു.
നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറെ പേരുണ്ട്. അതായത് മിനിസ്റ്റർ, MLA, കുറെ പേര് ഹെൽപ്പ് ചെയ്തു. എന്തായാലും നമുക്ക് ഡയറക്റ്റ് നമുക്ക് വിജയനെ കാണണമെങ്കിൽ ബുസിയാനന്ദ സാറ് മുഖേന വേണം നമുക്ക് കാണാന്. പക്ഷെ അവര് നമ്മൾക്ക് എല്ലാ ആദരവും എല്ലാം തന്നു. എന്തായാലും എനിക്ക് ഇവിടുന്ന് കാണാതെ പോകണമെന്ന് പറയുമ്പോ ഭയങ്കര സങ്കടം. ഞാൻ രാവിലെ വരുമ്പോഴോ അണ്ണന്റെ വണ്ടി കണ്ടു. ഉച്ചയ്ക്ക് ഞങ്ങള് സെക്രട്ടറിന്റെ മുകളില് ആനന്ദ് സാറിന്റെ റൂമിന്റെ അവിടെ നിൽക്കുമ്പോഴും അണ്ണനെ കണ്ടു. അതായത് ഒരു മിന്നായം പോലെ അണ്ണനെ കണ്ടു. എന്നാലും എനിക്ക് അണ്ണന്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരിക്കണം. അത് വേറെ ഒന്നും എനിക്ക് വേണ്ട. അതിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വിഷമം എല്ലാം സഹിച്ചാൽ ഇവിടെ വരെ വന്നേ. അത് കാണാതിരിക്കുമ്പോ അത്രത്തോളം സങ്കടമുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു ഹെൽപ്പ് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങള് എന്താ ഇതുപോലെ ഞങ്ങൾ വന്ന് അണ്ണന്റെ അടുത്ത് വരെ എത്തി. എന്നാലും അണ്ണനെ, അതായത് എന്റെ ഒരു 10 മീറ്റർ ദൂരത്തിൽ അണ്ണനെ ഞാൻ കണ്ടു. എന്നിട്ട് എനിക്ക് അണ്ണന്റെ അടുത്ത് പോകാൻ പറ്റിയില്ലെന്ന് പറയുമ്പോ അവരുടെ അടുത്ത് നമ്മൾ ഇതുപോലെ വന്ന് നമ്മൾ ഇത്രയും വീഡിയോ ഇട്ടിട്ട് വന്നത്. എന്നാലും അവര് അത് എടുത്ത് പറയാലോ. അതുപോലെ നമ്മൾ ഇതുപോലെ അണ്ണന്റെ അടുത്ത് വന്ന് സെക്രട്ടേറിയറ്റിലുണ്ട്, നമ്മളെ കൊണ്ടുപോകാൻ ഒരു മനസ്സ് ആർക്കും ഇല്ലെന്ന് ഓർക്കും ഭയങ്കര സങ്കടം. അതായത് എല്ലാരും ആരും ഹെൽപ്പ് ചെയ്യില്ലെന്ന് ഞാൻ പറയില്ല. എല്ലാരും ഹെൽപ്പ് ചെയ്തു. ഞാന് ആരെല്ലാം വിളിച്ച അവരെല്ലാരും ഫോൺ എടുത്ത് അവരെല്ലാരും ഹെൽപ്പ് ചെയ്തു. എന്നാലും മനസ്സിലാവുമല്ലോ അത്രത്തോളം വിഷമം എനിക്ക് ഉണ്ട്. ഇത് ഞാൻ നാളേക്ക് പോസ്റ്റ് ചെയ്യോ ഇല്ലെന്ന് കൂടെ എനിക്ക് தெரியாது. ഇന്ന് രാവിലെ 4 മണിക്ക് ഞങ്ങള് വന്നതാണ്. വന്ന് ഞങ്ങൾ ഇവിടെ 6 മണിയായപ്പോ റീച്ചായി. 6 മണി തൊട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഉച്ചക്ക് 11:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് തന്നെ പോകാൻ പെർമിഷൻ കിട്ടുന്നത്. പെർമിഷൻ നമ്മളെ പോലീസ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഉള്ളിൽ പോയി നമ്മൾ അവിടെ ആനന്ദ് സാറിനെ കാണാൻ കുറെ പേര് വന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരുമല്ല, അവര് ഇവിടെ വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ ആൾക്കാര്. നമ്മള് ഒന്നുമല്ല അവരുടെ മുമ്പിൽ. എന്നാലും അത്രത്തോളം സങ്കടം എനിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് ആരെ കാണണം, ആര് ഇവിടുന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് അണ്ണന്റെ അടുത്ത് പോകും, ആര് നമ്മൾ വന്ന് ഇവിടെ ഉണ്ട്. അതായത് ഇത് അണ്ണന്റെ അടുത്ത് യാതൊരു സൊല്ലിനും കൂടെ എനിക്ക് தெரியாது. അത് മാത്രം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ അണ്ണൻ കാണണം. എന്നാലേ ഞങ്ങൾക്ക് ഇവിടുന്ന് എനിക്ക് പോകാൻ മനസ്സേ ഇല്ല. ഇപ്പൊ ഇവിടെ ഉള്ള പോലീസുകാരെ എല്ലാരും പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ വിളിച്ചാന്നാ പറയുന്നത്. എന്നാൽ അത് എന്ന് വിളിക്കോ എപ്പോ വിളിക്കോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇവരിനി നാളേക്ക് പറയുവോ അല്ലെങ്കിൽ ഇത് നമ്മള് ഞങ്ങളിന്ന് പോലെ വന്നൊരു വിഷയം അണ്ണനിക്ക് தெரியுமோ இல்லைன்னு எதுவுமே எனக்கு தெரியல. அவருக்கு தெரிஞ்சா கண்டிப்பா அவர் கூட இருக்கிறதுக்கு அவரே ഞങ്ങൾക്ക് ஹெல்ப் பண்ணுவோம். அந்த ஒரு இது என் மனசுல இருக்கு. ஆனா இவ்வளவு போட்டு வந்திருக்கு, யாருமே நிறைய ஆளுக்கு ஹெல்ப் பண்ணிருக்கு. ஆனாலும் அண்ணன் காதலி இன்னைக்குமே வீட்டுல இருந்துச்சா இல்லையா அந்த குழப்பமே எனக்கு ரொம்ப அதிகமா இருக்கு. நாங்க இப்போ செக்ரட்டரிக்கு முன்னதான் இருக்கு, இங்க இருந்துதான் இந்த வீடியோ எடுத்துட்டு இருக்கு.